ഹയർ സെക്കൻഡറി പരീക്ഷാ ചോദ്യപേപ്പറിൽ വീണ്ടും അക്ഷരത്തെറ്റ്. ചോദ്യങ്ങളിലെ മലയാളം തർജ്ജമയിലാണ് ഗുരുതരമായ തെറ്റുകൾ ഉള്ളത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, വിശദാംശങ്ങൾ എന്താണ് ഉമേഷ്? രജിത്ത്, കഴിഞ്ഞ ദിവസമാണ് മലയാളം ചോദ്യപേപ്പറിൽ ഗുരുതരമായ അക്ഷരത്തെറ്റുകൾ 24 പുറത്തുവിട്ടത്. അത് 27 ചോദ്യങ്ങളിൽ 14 അക്ഷരത്തെറ്റുകളാണ് ഉണ്ടായത്. എന്തായാലും ഹയർ സെക്കൻഡറി ചോദ്യപേപ്പറുകളിൽ കൂടുതൽ അക്ഷരത്തെറ്റുകളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അത് ഇപ്രകാരമാണ്. ബയോളജി എക്സാം 2 പാർട്ടായിട്ടാണ് നടത്തുന്നത്, സുവോളജി, ബോട്ടണി. ഈ സുവോളജി, ബോട്ടണി എക്സാമുകളിൽ 2 ചോദ്യപേപ്പറുകളുടെ മലയാളം പരിഭാഷയിൽ 20 തെറ്റുകളാണ് കടന്നുകൂടിയിരിക്കുന്നത്. അതുകൂടാതെ പ്ലസ് ടു കെമിസ്ട്രി എക്സാമിൽ 6 തെറ്റുകളുണ്ട്. +2 എക്കണോമിക്സ് എക്സാമിൽ 2 തെറ്റുകളാണ്, 2 അക്ഷരത്തെറ്റുകളാണ് കടന്നുകൂടിയിരിക്കുന്നത്. ഇവയെല്ലാം ഈ മലയാളം തർജ്ജമയിലാണ്. അതായത് സാധാരണഗതിയിൽ ഇപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും പരീക്ഷ എഴുതാം. അതിൽ തന്നെ പരീക്ഷ എഴുതുമ്പോൾ ആ മലയാളം തർജ്ജമ കൂടി, ക്വസ്റ്റ്യൻ്റെ മലയാളം തർജ്ജമ കൂടി നൽകാറുണ്ട്. ആ തർജ്ജമയിലാണ് ഇത്തരത്തിൽ അക്ഷരത്തെറ്റുകൾ കടന്നുകൂടിയത്. എന്തായാലും ബയോളജി എക്സാം, അതായത് പാർട്ട് എ, പാർട്ട് ബി, ബോട്ടണി, സുവോളജി പരീക്ഷകളിൽ 8, 12 തെറ്റുകൾ എന്ന രീതിയിലാണുള്ളത് കടന്നുകൂടിയിരിക്കുന്നത്. ഉദാഹരണങ്ങൾ ഓരോന്നായി വായിച്ചാൽ, വിപുലീകരിച്ചെഴുതുക എന്നതിന് പകരം വിപുലീകരിച്ചെഴുതുക എന്നതിന് എഴുതുക എന്നുള്ളതിന് ചെറിയൊരു അക്ഷരം മാറിയിട്ടുണ്ട്. തന്നിരിക്കുന്ന വക്ക് മാറിയിട്ട് തന്നിരിക്കുന്നവർക്ക് എന്നുള്ളതിന് ഇറില്ല. ബാഹ്യ സവിശേഷതകൾ, അതായത് ഷേ മാത്രമേ ഉള്ളൂ. ഈ രീതിയിലാണ് തെറ്റുകൾ ഓരോന്നായി കടന്നുകൂടിയിരിക്കുന്നത്. കെമിസ്ട്രി എക്സാമിൽ പരീക്ഷയിലെടുത്താൽ എളുപ്പത്തിൽ എന്നുള്ളതിന് എളുപ്പത്തിൽ എന്നായിരിക്കുന്നു. നൽകിയിരിക്കുന്ന എന്നതിനുള്ള പകരം നൽകിയിരിക്കുന്ന എന്നായി എഴുതിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് എന്നുള്ളതിന് എന്താകൊണ്ടാണ് എന്ന് എഴുതിയിരിക്കുന്നു. ഈ രീതിയിലുള്ള തെറ്റുകളാണ് +2 പരീക്ഷാ പേപ്പറിൽ കടന്നുകൂടിയിരിക്കുന്നത്. സാധാരണ ഇത്തരത്തിൽ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കാൻ സാധാരണ 5 അംഗ അധ്യാപകരുടെ സമിതിയാണ് നിർദ്ദേശിക്കുന്നത്. ഈ 5 അംഗ സമിതി അവർ 5 ചോദ്യപേപ്പർ മുന്നോട്ട് വയ്ക്കും. ഈ ചോദ്യപേപ്പർ എഴുതിയാണ് സാധാരണഗതിയിൽ നൽകാറുള്ളത്. എഴുതി നൽകുന്ന ചോദ്യപേപ്പർ അതിനുശേഷം പ്രൂഫ് റീഡിംഗ് അടക്കം നടത്തിയാണ് അവസാന പ്രിന്റിംഗ് നടത്തി വിദ്യാർത്ഥികളുടെ കയ്യിലെത്തേണ്ടത്. ഇത്തരത്തിൽ പ്രൂഫ് റീഡിങ്ങോ വേണ്ടത്ര ജാഗ്രതയോ പുലർത്താതെ ചോദ്യപേപ്പർ തയ്യാറാക്കിയതാണ് ഇത്തരത്തിൽ ഗുരുതരമായ തെറ്റുകൾ കടന്നുകൂടാൻ കാരണമായിരിക്കുന്നത്. രജിത്ത്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ HSS അസോസിയേഷന്റെ പ്രതിനിധിയായിട്ടുള്ള മനോജ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ മനോജ്, ഇങ്ങനെ വീണ്ടും ഈ ചോദ്യപേപ്പറുകളിൽ അക്ഷരത്തെറ്റുകൾ ഇടം പിടിക്കുന്നു. അത് 1-2 എണ്ണമല്ല. ബയോളജി ചോദ്യപേപ്പറിൽ 20 തെറ്റുകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ഒരുപാട് പേരുടെ കയ്യിലൂടെ ഒരുപാട് തവണ മോണിറ്റർ ചെയ്ത് പുറത്തു വരുന്നൊരു കാര്യമാണ് ഈ ചോദ്യപേപ്പർ എന്നുള്ളത്. അതിലിങ്ങനെ തുടർച്ചയായി തെറ്റുകൾ സംഭവിക്കുന്നത് അതിനെങ്ങനെയാണ് കാണുന്നത് ശ്രീ മനോജ്? ഒരു വളരെ ഹയർ സെക്കൻഡറി പരീക്ഷാ സമ്പ്രദായത്തെ വളരെ ലാഘവത്തോടു കൂടിയാണ് സർക്കാർ സമീപിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറിയിലെ പരീക്ഷകളും പരീക്ഷാ സമ്പ്രദായങ്ങളും അട്ടിമറിച്ചുകൊണ്ട് ഹയർ സെക്കൻഡറി ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. 2018 വരെ യാതൊരു തെറ്റുകളുമില്ലാതെ നടന്നു വന്ന ഈ പരീക്ഷാ സമ്പ്രദായം ഇപ്പോൾ എങ്ങനെയാണ് ഈ തെറ്റുകളിലേക്ക് കടന്നു വന്നത് നമ്മൾ ആലോചിക്കണം. എത്ര സുതാര്യമായിട്ടാണ് പരീക്ഷാ സമ്പ്രദായം നടന്നുകൊണ്ടിരുന്നത്. ഹയർ സെക്കൻഡറി പരീക്ഷ മറ്റ് പരീക്ഷകൾക്ക് മാതൃകയായിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. ഇതിനൊരു പ്രധാന കാരണം ഇതിന്റെ നടത്തിപ്പും മറ്റു കാര്യങ്ങളും ഇടതുപക്ഷ അധ്യാപക സംഘടനകളെ കൊണ്ട് മാത്രം, അതായത് രാഷ്ട്രീയവൽക്കരിച്ചതിന്റെ പരിണിത ഫലമാണ് ഇപ്പൊ ഈ വന്നിരിക്കുന്ന തെറ്റുകളെന്ന്. കാരണം വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സീനിയറായിട്ടുള്ള അധ്യാപകരെ ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും സർവീസ് ജൂനിയറായിട്ടുള്ള അധ്യാപകരെയും അതേപോലെ തന്നെ പ്രൂഫ് റീഡിങ്ങിനും ഒക്കെ നിയോഗിക്കുന്നത് വെറും രാഷ്ട്രീയക്കാർ മാത്രമായതിന്റെ പരിണിത ഫലമാണ് ഇത്തരം ഗുരുതരമായ തെറ്റുകളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മനോജ്, ഇത് 1-2 തെറ്റുകളല്ല, ഇത് ഒരു തവണയെങ്കിലും വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നല്ലേ ഇത്രയും അധികം തെറ്റുകൾ, 20ഓളം തെറ്റുകൾ എന്നൊക്കെ പറഞ്ഞ മനോജ്. ശ്രീ മനോജ് കേൾക്കാമോ? ഹലോ ശ്രീ മനോജ് കേൾക്കാമോ? ഇത് ഒരു തവണ വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നല്ലേ ഇത്രയും അധികം തെറ്റുകളാണ്, 20ഓളം തെറ്റുകളാണ് ഇടം പിടിക്കുന്നത് മനോജ്. അതെ, പ്രൂഫ് റീഡിങ് എന്ന് പറയുന്നത് പ്രൂഫ് റീഡിങ് കൃത്യമായി നടത്തേണ്ടതാണ്. ഈ പ്രൂഫ് റീഡിങ് നടത്തുന്നതിന് പോലും നിരുത്തരവാദപരമായി പ്രവർത്തിക്കുന്ന ആൾക്കാരെയാണ് നിയോഗിക്കുന്നത്. ഇവർക്കെതിരെ നടപടിയെടുക്കാൻ പറ്റില്ല സർക്കാരിന്. കാരണം ഇവരൊക്കെ അതാത് രാഷ്ട്രീയ പ്രവർത്തകരായിരിക്കും. അപ്പൊ അതുകൊണ്ട് സംഭവിക്കുന്ന തെറ്റാണ്. ഇത് കൃത്യമായി യോഗ്യതയുള്ളവരെ നിയോഗിക്കേണ്ടിയിരുന്നു. ഈ പരീക്ഷാ സമ്പ്രദായങ്ങളിനകത്ത് പലപ്പോഴും നമ്മൾ നേരത്തെ തൊട്ട് പറഞ്ഞിരുന്ന കാര്യമാണ് ഈ രാഷ്ട്രീയവൽക്കരണം വിദ്യാഭ്യാസ മേഖലയെ തകർക്കും എന്ന് പലവട്ടം ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. അതായത് ജില്ലാ കോർഡിനേറ്റർമാരെ നിയമിക്കുന്നു. സംസ്ഥാനത്ത് 14 ജില്ലകളിലും
ഒരേ സംഘടനയിൽപ്പെട്ട അധ്യാപകരെ മാത്രം നിയോഗിക്കുന്നു. അവർക്ക് സർവീസ് യോഗ്യതയില്ല, സീനിയോറിറ്റി ഇല്ല, യാതൊരു മാനദണ്ഡങ്ങളുമില്ല. ഇവരാണ് ചോദ്യപേപ്പർ നിർമ്മാണത്തിനുള്ള ഓരോ ജില്ലയിൽ നിന്നുള്ള അധ്യാപകരെ തെരഞ്ഞെടുത്ത് വിടുന്നത്. മനോജ്, അതിൽ ആ യോഗ്യതയുടെ പ്രശ്നത്തെക്കാൾ എന്തായാലും ഈ അക്ഷരത്തെറ്റൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നവരായിരിക്കും, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ അവർക്ക് എന്തായാലും ഉണ്ടാകും. ഇത് അശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണല്ലോ അതിലെ പ്രധാന പ്രശ്നം. അതെ, ഈ അശ്രദ്ധ വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ തങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല. അപ്പൊ കൂടുതൽ അശ്രദ്ധയാകുന്നു. വർഷങ്ങളായിട്ട് ഇതേ മേഖല പ്രവർത്തിക്കുന്നവർ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇവരെ. ശരി. അപ്പം തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ഗുരുതരമായ അശ്രദ്ധ ഉണ്ടാകുന്നത്. ഈ പ്രൊസീഡിങ്ങിലാണ് ഈ അശ്രദ്ധകളെല്ലാം ഉണ്ടായിരിക്കുന്നത്, അല്ല ചോദ്യപേപ്പറിനകത്തിലല്ല. ശരി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. സമയപരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഹയർ സെക്കൻഡറി പരീക്ഷാ ചോദ്യപേപ്പറിലാണ് വീണ്ടും അക്ഷരത്തെറ്റുകൾ കൂട്ടത്തോടെ ഇടം പിടിച്ചിരിക്കുന്നത്. ചോദ്യങ്ങളിലെ മലയാളം തർജ്ജമയിലാണ് ഗുരുതരമായ തെറ്റുകളുള്ളത്. ഉമേഷ് ബാലകൃഷ്ണൻ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. അസോസിയേഷൻ HSS അസോസിയേഷന്റെ പ്രതിനിധി മനോജ് വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു.